പ്ലംബിങ്ങിനെ കുറിച്ച് ഒറ്റ ഇതിൽ പറയുകയാണെങ്കിൽ വെള്ളം എവിടെ നിന്ന് വരുന്നു, വെള്ളം എങ്ങനെ പുറത്തു പോകുന്നു, ഇത്രയേ ഉള്ളൂ പ്ലംബിങ്. അതെ ആണല്ലോ. അപ്പോൾ വെള്ളം എങ്ങനെ പുറത്തുനിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, കിണർ വെള്ളം ഉണ്ടാകാം, ബോർ വെള്ളം ഉണ്ടാകാം, മുനിസിപ്പാലിറ്റി വാട്ടർ സപ്ലൈ ഉണ്ടാകാം, ടാങ്കർ വെള്ളം ഉണ്ടാകാം. ഇങ്ങനെയുള്ള എങ്ങനെയോ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ആ ഒരു പ്ലംബിംഗ് സ്കീമിലേക്ക് വെള്ളം വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളം കൺസ്യൂം ചെയ്ത് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്ന സാധനം എങ്ങനെയോ നമ്മൾ കളയുന്നുണ്ട്. അത് സെപ്റ്റിക് ടാങ്ക് ആകാം, അല്ലെങ്കിൽ വെറും ചില കേസിൽ വെറുതെ കുഴി കുത്തി വെച്ചിട്ടുണ്ടാകാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇത് പോകുന്നുണ്ടാവാം. ഈ ഒരു മൊത്തത്തിലുള്ള സംഭവത്തിനെയാണ് നമ്മൾ പ്ലംബിംഗ് സ്കീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പ്ലംബിംഗ് സ്കീമിലാണ് ഇതിന്റെ ബ്രില്യൻസ് ഇരിക്കുന്നത്. എങ്ങനെയാണ് കോസ്റ്റ് കുറയ്ക്കുന്നത് എന്നുള്ളതിൽ. അതായത് പൈപ്പ് കോസ്റ്റ് കുറഞ്ഞത് മേടിച്ചത് കൊണ്ടോ, അതിന്റെ ഫിക്സിംഗ് മെക്കാനിസത്തിൽ കോസ്റ്റ് കുറച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ജാഗ്വാർ എന്നുള്ളത് മാറ്റി ഇച്ചിരിയോടെ ചീപ്പർ ബ്രാൻഡ് എടുക്കുന്നതില്ല അല്ല. ഇതിലൊക്കെ കോസ്റ്റ് നിങ്ങൾക്ക് ലാഭിക്കാം, ഇല്ല എന്നല്ല പറയണേ. പക്ഷെ മെയിൻ സാധനം ഇരിക്കുന്നത് അവിടെയല്ല, ഇതിന്റെ സ്കീമിലാണ്. അതിൽ സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം, ഇവർ ഈ പ്ലംബിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത് പ്രോജക്റ്റ് തീരാറാവുമ്പോഴാണ്. അതായത് അതിലാണ് ഇതിന്റെ പ്രശ്നം. നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, സമയത്ത് തന്നെ പ്ലംബിംഗ് മെറ്റീരിയലിനെ കുറിച്ച് നിങ്ങൾ എടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാനത് പറയുന്നുണ്ട്. അതായത് എൻ്റെ ഡൈവേർട്ടർ ആണെങ്കിലും കൺസീൽഡ് ആണെങ്കിലും നമ്മൾ എന്താണെങ്കിലും തേക്കുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ തേച്ച് കഴിഞ്ഞിട്ട്, അതായത് ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് എടുക്കണമെന്നും, അത് തേപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ പൈപ്പിന്റെ വർക്ക് തുടങ്ങുമെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എപ്പിസോഡിലെ കണ്ടന്റ് അതല്ല. ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്ന ഇതിന്റെ സ്കീം, വെള്ളം എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ള ആ ഓവറോൾ സ്കീം, എസ്പെഷ്യലി ലോ ബഡ്ജറ്റ് വീടുകൾ വരുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ട് ആദ്യമേ തന്നെ ആലോചിച്ച് വെക്കേണ്ട ഒരു സാധനമാണ്.